ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2 മാസത്തോളമായിട്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്ന. പിന്നെ ഞാൻ ഓർത്ത് ചെയ്യാമെന്ന്. കാരണം എൻ്റെ മോൻ്റെ ആദ്യത്തെ പരിപാടിയാണ്, അവൻ്റെ ആദ്യത്തെ ഡാൻസ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ ആദ്യത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകതയുടെ എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ അംഗനവാടീൻ്റെ ഉദ്ഘാടനം കേട്ടോ. അവർ പഴയൊരു അംഗനവാടിയിലായിരുന്നു, പിന്നെ അവർക്കായിട്ട് പുതിയൊരു അംഗനവാടി പറഞ്ഞത് അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു വെൽക്കം ഡാൻസ് പോലെ ആയിരുന്നു അവർക്ക്. പിന്നെ എല്ലാവരും ഒരുമാതിരി തളർന്നൊടിഞ്ഞ പോലെ നിന്നയിച്ചത്. കാരണം രാവിലെ വന്നതല്ലേ, 10 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം. ഇവരുടെ പരിപാടി തുടങ്ങിയപ്പോൾ ഒരു 11:30-12 മണിയൊക്കെ ആയിരുന്നു. ആകെ എല്ലാവരും പിന്നെ ഒരുവിധം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കണക്കിലൊക്കെ നിന്നതിൻ്റെ മുമ്പ് പിന്നെ കുഴപ്പമില്ല, സ്റ്റേജിൽ നിന്നട്ടാ. പിന്നെ അത് നമ്മൾ ചെയ്താട്ടോ, സ്പെല്ലിങ്ങിൻ്റെ ഇതൊക്കെ. എൻ്റെ മോൻ്റെ ആയിരുന്നു. പിന്നെ അവൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്, അവനിക്ക് ഒരു സ്റ്റാറ്റസ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. ഫസ്റ്റ് ടൈം അവൻ സ്റ്റേജിൽ തന്നെ കയറുന്നത്. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഭയങ്കര സന്തോഷമായി മോൻ്റെ പരിപാടി കണ്ടപ്പോൾ. പിന്നെ അവൻ്റെ വെൽക്കം സോങ് പോലെ ഇട്ടിട്ട് അവർ വെൽക്കം ചെയ്യുന്നൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ സിനിമാറ്റിക് സോങ് വെച്ചപ്പോൾ അതേ കണ്ടില്ലേ, തളർന്നൊടിഞ്ഞിരുന്ന മക്കളൊക്കെ അവിടെ കിടന്ന് തുള്ളനെ. അത് ആവശ്യത്തിലുള്ള സോങ് വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ഇല്ലുമില്ലാട്ടുള്ള സോങ്ങാണ്, എൻ്റെ മോൻ്റെ ഒക്കെ ഫേവറേറ്റ് സോങ്ങാണ്. അത് കണ്ട് അതിൻ്റെ ആ പാട്ടിട്ടപ്പോൾ അതെ അവൻ കിടന്ന് തുള്ളായി. അതുവരെ സ്റ്റാച്ചിനെ പോലെ നിന്നവനാണ്. പിന്നെ അവൻ്റെതായ രീതിയിൽ ഓരോ സ്റ്റെപ്പുകളിലായിരുന്നു അവൻ. കണ്ടില്ലേ, ഇത് ഒരാൾ കിടന്ന് കാണിക്കുന്നുണ്ടില്ലേ, ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ പിള്ളേർ സിനിമാറ്റിക് സോങ് വെച്ചപ്പോൾ പിന്നെ അതുങ്ങൾ കിടന്ന് ഡാൻസ് ആയിട്ടാണ്. നല്ല അതുങ്ങൾക്ക് എന്തോ പതിവില്ലാത്ത സന്തോഷം. പിന്നെ നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിരിക്കണേന്നു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, വിശന്നാകെ പണ്ടറയിലേക്കാണ് നിന്നത്. പിന്നെ കുറേ പേര് പോയി, ഞങ്ങൾ പേരൻസും പിന്നെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം രാവിലെ തുടങ്ങിയ പരിപാടിയായ കാരണം എല്ലാവരും പോയായിരുന്നു. പിന്നെ അത് കാരണം അതുങ്ങൾക്ക് വലിയ ചമ്മലൊന്നും ഇല്ലയെന്ന് ഉറക്കിടന്ന് ഡാൻസ്. പിന്നെ ഇതാണ് അവരുടെ അംഗനവാടി. പിന്നെ അവർക്ക് സ്പോൺസർ ചെയ്ത ടോയ്സൊക്കെ ഉണ്ടാവും, കുറേ കളിപ്പാട്ടം അവർക്ക് അങ്ങനെ കിട്ടിയായിരുന്നു. പിന്നെ റിയാപ്പിൻ്റെ അംഗനവാടീൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ കുറേ നേരം അംഗനവാടിയൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ ഇരുന്ന് അത്യാവശ്യം വലിയൊരു അംഗനവാടിയാണ് കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ടാറ്റാ ബൈ ബൈ.